ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന എന്താണ്? സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളുമാണ്. അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ചിഹ്നങ്ങളും കൂടി പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മലയാളം നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന എന്താണ്? സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളുമാണ്. അപ്പോൾ സ്വരാക്ഷരങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കോപ്പിയിൽ എഴുതിയിട്ട് അതിൻ്റെ ഘടനയൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് നമുക്ക് എഴുതി പഠിക്കണം അല്ലേ? അപ്പോൾ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. പിന്നെ നമുക്ക് പഠിക്കുന്നത് അതിൻ്റെ ചിഹ്നങ്ങളും കൂടിയിട്ടാണല്ലേ. അപ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ എന്നതിന് ചിഹ്നങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ആ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇങ്ങനെയാണ് ആ എന്നതിൻ്റെ ചിഹ്നം. അപ്പം അതിന് മുന്നെയാണ് നമ്മൾ അക്ഷരം എഴുതേണ്ടത് കേട്ടോ. അടുത്ത അക്ഷരം ഏതാണ്? ഈ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇങ്ങനെയാണ് കേട്ടോ. ഒരു വള്ളി അല്ലേ? വള്ളി ഇടുവാണ് വേണ്ടത്. അപ്പം അതിൻ്റെ മുന്നിലാണ് നമ്മൾ അക്ഷരം എഴുതേണ്ടത്. അടുത്ത അക്ഷരം ഏതാണ്? ഈ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? നമ്മൾ ഈ എന്നതിൻ്റെത് എഴുതിയതുപോലെ തന്നെയാണ്, പക്ഷേ എന്ത് വേണം? ഒരു ചൊറയിടണം അല്ലേ? അതാണ് ഈ എന്നതിൻ്റെ ചിഹ്നം. അടുത്ത അക്ഷരമാണ് ഉ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഉ എന്നതിൻ്റെ ചിഹ്നം അല്ലേ? അപ്പം അതിൻ്റെ മുന്നിലാണ് നമ്മൾ അക്ഷരം എഴുതേണ്ടത്. അടുത്ത അക്ഷരം ഊ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇതുപോലെയാണ് എഴുതേണ്ടത്. അടുത്ത അക്ഷരം ഇർ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? നമ്മൾ കോപ്പിയിൽ എഴുതുമ്പം ശ്രദ്ധിച്ചിട്ട് എഴുതണം കേട്ടോ. ഇതുപോലെ എഴുതണം. അടുത്ത അക്ഷരം എ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇതുപോലെയാണ് എ എന്നതിൻ്റെ ചിഹ്നം. അപ്പോൾ നമ്മൾ ഇതുവരെ മുമ്പിലാണ് അക്ഷരം എഴുതിയതെങ്കിൽ ഇനി ബാക്കിലാണ് എഴുതേണ്ടത് അല്ലേ? പിറകു വശത്താണ് എഴുതേണ്ടത് അക്ഷരം. എ എന്നതിൻ്റെ ചിഹ്നമാണത്. അടുത്തത് ഐ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇതുപോലെയാണ് ഐ എന്നതിൻ്റെ ചിഹ്നം എഴുതേണ്ടത്. ഇതിൻ്റെ പിറകിലായിട്ടാണ് അക്ഷരം ചേർക്കേണ്ടത്. അടുത്തത് ഓ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇതുപോലെ എഴുതണം. ഇതിൻ്റെ നടുവിലാണ് അക്ഷരം എഴുതേണ്ടത്. എന്നിട്ട് ചേർത്ത് വായിക്കാം. അടുത്തത് ഏതാണ്? ഓ എന്നതിൻ്റെ ചിഹ്നം ഇതുപോലെ എഴുതണം അല്ലേ? എന്നിട്ട് നടുവിലാണ് അക്ഷരം എഴുതേണ്ടത്. അപ്പോഴാണ് നമുക്ക് ചേർത്ത് വായിക്കാൻ വേണ്ടി സാധിക്കുക. അടുത്തത് ഔ എന്നതിൻ്റെ ചിഹ്നം അത് തന്നെയാണ് ഔ എന്നതിൻ്റെ ചിഹ്നം ഉള്ളത് അല്ലേ? അപ്പം അതിൻ്റെ മുൻപിലായിട്ടാണ് അക്ഷരം എഴുതേണ്ടത്. ഇനിയുള്ളത് അം എന്നതിൻ്റെ ചിഹ്നമാണിത് കേട്ടോ. അപ്പം അക്ഷരത്തിൻ്റെ കൂടെ ആ ചിഹ്നം ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. അടുത്തത് അല്ലേ? എന്നതിൻ്റെ ചിഹ്നമാണ് ഇത്. അനുസ്വാരവും വിസർഗവുമാണ് അത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചിഹ്നങ്ങളും അക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ചിഹ്നങ്ങൾ ചേർത്തിട്ട് വായിക്കേണ്ടത് എന്ന് പഠിക്കാം.